ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു പരിപ്പ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സാമ്പാർ പരിപ്പും പിന്നെ ചുമന്ന പരിപ്പ്, അത് ഇവിടെ മസൂർ ദാൽ എന്നാണ് അതിന് പറയണത്. നമ്മുടെ കേരളത്തിൽ എന്താ അതിന് പറയണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ രണ്ട് പരിപ്പും കൂടെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പരിപ്പ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കടുക് വറുക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: 2 വറ്റൽമുളക്, ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, സവാള. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് കടുക് വറുക്കാനായിട്ട് ഉപയോഗിക്കാം. ഇതിനായിട്ട് നമുക്ക് പൊടി മസാലകൾ വേണ്ടത്: ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ശകലം കായപ്പൊടി, ഒരു ശകലം കായപ്പൊടി. ഇത്രയും വേണം നമുക്ക് പൊടി മസാലകളായിട്ട്. പരിപ്പ് രണ്ടും കൂടെ നമുക്ക് ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകി കുക്കറിലോട്ട് അടുപ്പിൽ വയ്ക്കാം. പരിപ്പ് നന്നായിട്ട് കഴുകി കുക്കറിലോട്ട് അതിന് മീതെ ഇത്രയും വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. അതിൻ്റെ അതോട്ട് നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടി ഇട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു വിസിലടിച്ച് അടിക്കുന്നോടം വരെ വേവിക്കാം. കുക്കർ അടച്ച് നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഒരു വിസിൽ വന്നു. ഇനി ഒരു വിസിലും കൂടെ വന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അടുത്ത വിസിലും വന്നു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാൻ കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. എണ്ണ നന്നിട്ട് ചൂടായി. നമുക്ക് വറ്റൽമുളക് ഇട്ടു. ഇനി നമുക്ക് അതിൻ്റെ തൊട്ട് ജീരകം ഇടാം. ജീരകം ഇട്ടു. ഇനി അതിൻ്റെ തൊട്ട് നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടാം. വെളുത്തുള്ളി മൂത്ത് കഴിഞ്ഞ് നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിടാം. പച്ചമുളക്, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും സാധനങ്ങൾ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാ മസാലകളും നന്നായിട്ട് മൂത്തു. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് ശകലം കായപ്പൊടി ചേർക്കാം. ശകലം ഇട്ടാൽ മതി കായപ്പൊടി, ഒരുപാട് ഇടണ്ട. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ചിടാൻ ഞാനൊരു സ്പൂണ് മുളക് പൊടി ചേർക്കുന്നു. നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ചിടാം. അതും കൂടെ മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് തക്കാളി ചേർക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് മൂത്തു. നമുക്ക് അതിൻ്റെ അകത്തോട്ട് പരിപ്പ് ഒഴിക്കാം. ഇനി നമുക്ക് തിളയ്ക്കാൻ വേണ്ടി തീ കൂട്ടി വയ്ക്കാം. പരിപ്പ് കറി നന്നായിട്ട് തിളച്ചു. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മല്ലിയില കൂടെ ചേർത്ത് വാങ്ങാം. മല്ലിയില ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട. ഇഷ്ടമുള്ളവർക്ക് മല്ലിയില കൂടെ ഇട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ലൊരു പരിപ്പ് കറിയാണ്. ബാസ്മതി റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടാക്കുക. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. സിമ്പിളായിട്ടുള്ളൊരു പരിപ്പ് കറിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.